Ramachandran ji, K.C. Venugopal ji, our candidates, Advocate Praveen Kumar ji, K.K. Rema ji, Parakal Abdullah ji, senior leaders of the UDF who are on the stage, UDF workers, leaders in the field, brothers and sisters, I'd like to welcome all of you here today. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വേദിയിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രവീൺ കുമാർ, KK രമ, പാറക്കൽ അബ്ദുള്ള, വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള UDF നേതാക്കളെ, ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പോർമുഖത്ത് നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പോരാളികളായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. Thank you all for coming here to listen to us. Thank you for coming in the heat. ഈ നട്ടുച്ച വെയിലത്ത് നമ്മളെ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. At the national level, we are fighting an ideology of hatred and division. ദേശീയ തലത്തിൽ നമ്മൾ പോരാടുന്നത് വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ശക്തികളോടാണ്. An ideology that makes one brother fight against another brother. അതായത് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് പോരാടുന്ന പ്രത്യയശാസ്ത്രമാണ് അത്. An ideology that gives nothing to India other than hatred and anger. വിദ്വേഷമല്ലാതെ വേറെ ഒരു സംഭാവനയും ഈ രാജ്യത്ത് നൽകാത്ത ആശയമാണ് അവരുടെ ആശയം. Listen to the Prime Minister. All he does is spread poison, spread hatred and destroy things that have been built. നിങ്ങൾ പ്രധാനമന്ത്രിയെ നോക്കൂ, അദ്ദേഹം ചെയ്യുന്ന ആകെ ജോലി ഈ രാജ്യത്ത് വിദ്വേഷം വളർത്താനും അതുപോലെ തന്നെ പക വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മാത്രമാണ് നമുക്കറിയാം. Their ideology kills people, murders people, and the Prime Minister says nothing. ആ പ്രത്യയശാസ്ത്രം ആളുകളെ കൊന്നൊടുക്കും, ആളുകളെ ഉപദ്രവിക്കും, അതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് കാര്യം, മറ്റൊന്നും നൽകുന്നില്ല. He always says Congress Mukt Bharat. അദ്ദേഹം എല്ലായ്പ്പോഴും പറയും നമ്മുടെ പ്രധാനമന്ത്രി കോൺഗ്രസ് മുക്ത ഭാരതം വേണം എന്ന്. Why does he never say Left Front Mukt Kerala? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ പറയാത്തത് ഇടതുപക്ഷ മുക്തമായ കേരളം എന്ന് എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നില്ല? Why is it always Congress Mukt? Why never Left Front Mukt? എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പറയുന്നത്? എന്തുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തെ കുറിച്ച് ഇടതുപക്ഷ മുക്തമാകണമെന്ന് പറയുന്നില്ല? The answer is on the stage today. ആ ചോദ്യത്തിന് ഉത്തരം ഈ സ്റ്റേജിൽ ഉണ്ട് ഇന്ന്. This is the answer. She is the answer. അവരാണ് ഉത്തരം. Because both these ideologies, their foundation is hatred and anger. കാരണം ഈ രണ്ടാശയങ്ങളുടെയും അടിസ്ഥാനം വിദ്വേഷവും പകയുമാണ്. I want to ask the Left Front why they took away her husband. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷത്തോട്, CPM-നോട്, എന്താണ് ശ്രീമതി രമയുടെ ഭർത്താവിനോട് ഇത്ര പകയുണ്ടാകാൻ കാരണം? What did they get from giving her pain? ഇവർക്ക് വേദന കൊടുത്തതിലൂടെ അവർക്ക് എന്താണ് കിട്ടിയത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കണം. What did they get from taking the father away from a son? എന്താണ് അവരുടെ കുട്ടിയിൽ നിന്നും അച്ഛനെ അടർത്തി മാറ്റിയതിലൂടെ അവർക്ക് കിട്ടിയത് എന്ന് അവർ വ്യക്തമാക്കണം. And even worse, she was
after all, from their family. എല്ലാം മനസ്സിലാക്കേണ്ടത് അവരുടെ തന്നെ കുടുംബത്തിലായിരുന്നു അവരും എന്നുള്ള കാര്യം, അവരുടെ തന്നെ പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അവരെല്ലാം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. Imagine what they do to their own family. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വന്തം പാർട്ടി കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആളോട് ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച്, അവരിങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. If you disagree with them, they do not discuss anything with you, they kill you. നിങ്ങൾ അവരോട് വിയോജിച്ചാൽ ആ വിയോജനത്തെ കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ വിയോജിക്കുന്നവരെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പ്രത്യയശാസ്ത്രം. They kill your family, they kill you, they beat you. നിങ്ങളെ കുടുംബാംഗങ്ങളെ കൊല്ലും, നിങ്ങളെ അടിക്കും, നിങ്ങളെ മർദ്ദിക്കും. And Rimaji is an example, is one example of thousands and thousands and thousands of people who've been killed by these ideologies. ആയിരക്കണക്കിന് CPM-ന്റെ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുള്ള, CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഇരയായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ശ്രീമതി KK രമ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I can tell you that the Congress party ideology has never ever ever preached this. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഒരിക്കലും ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഉപദേശിക്കാറില്ല, ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കാറില്ല. We never preach hatred, we never preach division, we never spread anger. വിഭജനവും വിദ്വേഷവും പകയും പരത്താൻ ഒരിക്കലും കോൺഗ്രസ് ശ്രമിക്കാറില്ല. We unify people, we bring them together, we spread affection and harmony. കോൺഗ്രസ് എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തും, അവരെ ഒന്നിച്ചു കൂട്ടും, അവരുടെ സ്നേഹം പടർത്താൻ ശ്രമിക്കും, അവരെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതാണ് കോൺഗ്രസ് ഐഡിയോളജി. Brothers and sisters, Kerala can never succeed with an ideology of anger and hatred. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സംസ്ഥാനം കേരളം ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഈ വിദ്വേഷവും പകയുമുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായി മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. Kerala can never succeed with an ideology that makes widows. വിധവകളെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും കേരളത്തെ വിജയത്തിൽ എത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. An ideology that takes away fathers from their sons. മകനിൽ നിന്നും അച്ഛനെ എടുത്തു കൊണ്ടുപോകുന്ന, മകനിൽ നിന്നും അച്ഛൻ നഷ്ടപ്പെടുന്ന മക്കളെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും കേരളത്തിൽ വിജയം ഉണ്ടാക്കാൻ കഴിയില്ല. This can never be the path of success for Kerala, ever. ഇത് കേരളത്തിലെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിജയവീതി ആയിരിക്കില്ല എന്നുള്ള കാര്യം ഒരിക്കലും എന്നുള്ള കാര്യം അറിയുക. The only way, the Kerala way, is peace, love and affection. കേരളത്തിന് വിജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം സമാധാനം, സ്നേഹം, അതുപോലുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ്. This crowd is sitting peacefully. I am communicating to you. നിങ്ങൾ ഈ ജനക്കൂട്ടം സമാധാനപരമായിരിക്കുന്നു, ഞാൻ നിങ്ങളോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. A conversation is possible between us. ഈ സംഭാഷണം, ഈ ആശയവിനിമയം നമ്മൾ തമ്മിൽ വളരെ എളുപ്പം നടത്താൻ കഴിയുന്നു. You can tell me what you feel, I can tell you what I feel. നിങ്ങൾക്ക് തോന്നുന്നത് എന്നോട് പറയാം, എനിക്ക് തോന്നുന്നത് നിങ്ങളോട് പറയാൻ കഴിയും. This is the way to take Kerala forward. ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് കേരളത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. Imagine if this crowd was killing each other. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ജനക്കൂട്ടത്തിൽ പരസ്പരം കലഹമുണ്ടായാൽ, ബഹളമുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? Imagine if this crowd was beating each other up. നിങ്ങൾ ഈ ജനക്കൂട്ടം പരസ്പരം തമ്മിലടിക്കുകയാണെന്ന് വിചാരിക്കുക, എന്താണ് സംഭവിക്കുക? Abusing each other. പരസ്പരം ചീത്ത വിളിച്ചാൽ എന്താണ് സംഭവിക്കുക? Could we have a conversation? നമുക്കൊരു സംഭാഷണം നടത്താൻ കഴിയുമോ? ആശയവിനിമയം നടത്താൻ കഴിയുമോ? Could you tell us what you think? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാൻ കഴിയുമോ? Could we tell you what we think? ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം? It is impossible. അത് അസാധ്യമാണ്. And that is what the left front and the BJP do. They make brother fight with brother. ഇതാണ് ബിജെപിയും ഇടതുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സഹോദരങ്ങളെ തമ്മിൽ പോരടിപ്പിക്കുമെന്നുള്ളതാണ്. They make brother kill brother. സഹോദരങ്ങൾ സഹോദരങ്ങളെ കൊല്ലുന്ന പ്രത്യയശാസ്ത്രം അതാണ് അവരുടെ പ്രത്യയശാസ്ത്രം. And only for the purpose of taking power. അധികാരം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം സഹോദരങ്ങളെ തമ്മിൽ കൊല്ലിപ്പിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. The chief minister called Remaji's husband a traitor.
നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ രമാജിയുടെ ഭർത്താവിനെ വിളിച്ചത് ഒരു ചതിയൻ എന്നാണ്, a backstabber. അതായത് പിന്നിൽ നിന്നും കുത്തിയ ആളാണെന്നാണ് വിളിച്ചത്. Who was he a traitor to? ഇവിടെ ആരാണ് യഥാർത്ഥ ചതിയൻ? He was not a traitor to the people of Kerala. ചന്ദ്രശേഖരൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങളുടെ ചതിയനല്ല. He did not backstab the people of Kerala. കേരളത്തിലെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല. He stood for what he believed in. അദ്ദേഹം വിശ്വസിച്ച കാര്യങ്ങളിൽ അദ്ദേഹം നിലകൊണ്ടുവന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. And they killed him for that. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ കൊന്നു. True to their ideology. അവരുടെ ആശയങ്ങളോട് സത്യസന്ധത പുറത്താകുകയും. And anybody who disagrees with them will meet the same fate. ആരാണോ അവരോട് വിയോജിക്കുന്നത് അവർക്കെല്ലാം ഈ ഗതി തന്നെയാണ് ഉണ്ടാകുന്നത്. But they will not solve your problems. അതുകൊണ്ട് അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. They will not fix the economy of Kerala. ഈ കേരളത്തിലെ സമ്പദ്ഘടനയെ ശരിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. They will not fix the unemployment problem in Kerala. കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. They will spend hours and hours and hours talking about Karl Marx and his theories. കാർൽ മാർക്സിന്റെ തത്വശാസ്ത്രം ഒരുപാട് മണിക്കൂറുകൾ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹാരമായിട്ട് മാറിയിട്ടില്ല. But they cannot give you an answer to your problem. ഇതിലൊന്നും ഈ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. The biggest problem facing Kerala today is unemployment and an economy that does not work. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. We have come here with a solution to that problem. ഞങ്ങൾ വന്നിരിക്കുന്നത് ആ പ്രശ്നത്തിന് പരിഹാരവുമായിട്ടാണ്. We have come here with a proposal. ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. And that is what I am here to speak to you about. അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. It is not a proposal written in some book written hundreds of years ago. 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ബുക്കിൽ നിന്നും ഒരു പുസ്തകത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു രൂപരേഖയും പദ്ധതിയും അല്ലാതെ, By Karl Marx. കാർൽ മാർക്സിന്റെ ഒരു പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ള പദ്ധതി അല്ലാതെ, It is a proposal that has come after a discussion with the people of Kerala. കേരളത്തിലെ ജനങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയും രൂപരേഖയുമാണ് അത്. Our proposal has the spirit of Kerala inside it. കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. All their proposals have the spirit of Karl Marx inside them. അവരുടെയൊക്കെ തന്നെ ഓരോ പദ്ധതിക്കുമെല്ലാം അവർക്ക് കാർൽ മാർക്സിൻ്റെതായിട്ടുള്ള ഒരു ഉത്തേജനമായിരിക്കും ഉണ്ടാകുന്നത്. So how do we propose to start the economy of Kerala and give millions of jobs to youngsters of Kerala? നമുക്ക് എങ്ങനെയാണ് കേരളത്തിലെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ, അതിലൂടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ കഴിയുക? A car cannot run without fuel. ഒരു കാറിന് ഇന്ധനമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. A boat cannot run without diesel. ഒരു ബോട്ടിന് ഡീസൽ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. The same way an economy requires fuel. അതുപോലെ തന്നെ സാമ്പത്തിക രംഗം ഇന്ധനം മുന്നോട്ട് നീങ്ങാൻ ഇന്ധനം ആവശ്യമാണ്. An economy without fuel is like a car without petrol. It will not move forward. ഇന്ധനമില്ലാത്ത ഒരു സമ്പദ്ഘടന എന്ന് പറയുന്നത് ഒരു കാർ പെട്രോൾ ഇല്ലാതെ ഡീസൽ ഇല്ലാതെ നീങ്ങുന്നത് പോലെ തന്നെയാണ്. And the fuel of any economy is money in the hands of people. സമ്പദ്ഘടനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലുള്ള പണം ആണ് എന്നതാണ് പ്രത്യേകത. If people do not have money in their hands, the economy cannot work. ജനങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ സമ്പദ്ഘടന മുന്നോട്ട് നീങ്ങില്ല. It's very simple. വളരെ ലളിതമാണിത്. When people have money in their hands, they buy things. ജനങ്ങളുടെ കയ്യിൽ പണം വന്നാൽ അവർ സാധനങ്ങൾ വാങ്ങും. People need to produce those things. അവര് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പോൾ Factories need to employ youngsters to produce those things. ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഫാക്ടറികൾക്ക് പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകേണ്ടതായിട്ട് വരും. And a positive economic cycle starts. ഒരു സമ്പദ്ഘടനയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ചക്രം ആരംഭിക്കും. Today, all government policies take money out of your hands. നമ്മൾ നോക്കുക, കേരളത്തിലെ എല്ലാ പദ്ധതികളും എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം എടുക്കുന്നതാണ്. They take fuel out of the economy. They take fuel out of the economy. സമ്പദ്ഘടനയിൽ നിന്നും ഇന്ധനം തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. Demonetization took money out of your pocket. നോട്ട് നിരോധനം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു. GST takes money out of your pocket. GSTയും നിങ്ങളുടെ കിശയിൽ നിന്നും പണം എടുത്തു. High petrol diesel prices take money out of your pocket.
പെട്രോൾ, ഡീസൽ, വാതക വിലവർദ്ധനയിലൂടെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം അവരെടുത്തു. Inflation takes money out of your pocket. വിലക്കയറ്റത്തിലൂടെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം അവരെടുത്തു. Narendra Modi's farm laws take money out of your pocket. നരേന്ദ്രമോദിയുടെ കർഷക ബില്ലുകൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചെടുക്കുന്നതാണ്. When is money put into your pocket? എന്നാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ പണം എത്തിക്കുന്നത്? That is the proposal that we've come with. ആ ഒരു പദ്ധതിയാണ് UDF കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We call it Nyay. നമ്മൾ അതിനെ ന്യായ് പദ്ധതി എന്ന് വിളിക്കും. 6,000 rupees every month. 72,000 rupees every year to the poorest people of Kerala right in their bank account. 6,000 രൂപ പ്രതിമാസം, അങ്ങനെ 72,000 രൂപ ഒരു കൊല്ലം എല്ലാ പാവപ്പെട്ടവന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ന്യായ് പദ്ധതി. The left talks about the masses. They say they are communists. Tell me, have they got a proposal of this nature? ഇടതുപക്ഷം പറയുന്നത് അവർ കമ്മ്യൂണിസ്റ്റുകളാണ്, അവർ മാർക്സ് തത്വശാസ്ത്രം വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർ പറയട്ടെ, അവർക്ക് എന്താണ് പദ്ധതി ഉള്ളത് ഈ നമ്മുടെ നാട്ടിലെ ഭാവിക്ക് വേണ്ടി? Nyay Yojana will destroy poverty in Kerala immediately. ന്യായ പദ്ധതി കേരളത്തിൽ ദാരിദ്ര്യം തുടച്ചു നീക്കുന്ന പദ്ധതിയായിരിക്കും. There will not be a single poor person in Kerala after Nyay is implemented. ന്യായ് നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരാൾ പോലും ദരിദ്രനായിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Nobody in this state will have less than 72,000 rupees in their bank account. ഈ സംസ്ഥാനത്ത് ഒരാളും 72,000 കുറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. No fisherman, no farmer, no laborer, no woman, no widow will have less than 72,000 rupees a year. ഒരു മത്സ്യത്തൊഴിലാളിയും ഒരു കർഷകനും ഒരു തൊഴിലാളിയും ഒരു വിധവയും അവരുടെ ആരും ബാങ്ക് അക്കൗണ്ടിൽ 72,000 രൂപയിൽ കുറഞ്ഞ അക്കൗണ്ട് ഉണ്ടാകില്ല. And the moment we put this money in your bank account, you will start to spend it. നമ്മള് ഈ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെലവഴിക്കാൻ തുടങ്ങും. You will start to buy products. നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. Somebody will buy a shirt, somebody will buy pants, shoes, ചിലര് ഷർട്ട് വാങ്ങും, ചിലർ പാന്റ് വാങ്ങും, ചിലർ ഷൂ വാങ്ങും, glasses, pens. ഗ്ലാസുകളും പെന്നുകളും വാങ്ങും. Demand for these products will increase. ഈ സാധനങ്ങളുടെയൊക്കെ തന്നെ ആവശ്യം വളരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. The factories that are closed today will open their doors and start to make the products that you have bought. അടച്ചു കിടക്കുന്ന പല ഫാക്ടറികളും തുറക്കേണ്ടി വരും, തുറന്നു പ്രവർത്തിക്കേണ്ടി വരും. ചെറുപ്പക്കാർക്ക് വേണ്ടി അവരുടെ വാതിൽ തുറക്കേണ്ടി വരും. And lakhs of young Keralites will get jobs in those factories. ലക്ഷക്കണക്കിന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഈ ഫാക്ടറികളിലൂടെ നൽകപ്പെടും. Now we have come with a proposal that tackles unemployment, tackles the economic problem, and tackles the poverty problem all at once. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതി 3 വിഷയങ്ങളെ, ദാരിദ്ര്യം, നമ്മുടെ സമ്പദ്ഘടന, തൊഴിലില്ലായ്മ, ഈ 3 പ്രശ്നങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്ത് നന്നാക്കുന്നതാണ്. Now I want you to go to the left front ഞാൻ ഇനി ഇടതുപക്ഷത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. when they come campaigning, അവരുടെ പ്രചരണത്തിൽ വരുമ്പോൾ and I want you to tell them that look, the Congress party and the UDF have come with a concrete proposal to our problem. അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. They are saying they're going to wipe out poverty, they're going to start the economic engine, and they're going to give us jobs. കോൺഗ്രസ് പാർട്ടിയും UDF-ഉം പറയുന്നു, സാമ്പത്തിക രംഗം പുനരുജ്ജീവിപ്പിക്കണം, തൊഴിലില്ലായ്മ പരിഹരിക്കണം, തൊഴിൽ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം, ദാരിദ്ര്യം തുടച്ചു നീക്കണം എന്നുള്ള കാര്യം. We feel that these are the 3 biggest problems facing Kerala. നമ്മൾ ചിന്തിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. Can you please tell us how you are proposing to solve these 3 problems? ഇടതുപക്ഷത്തോട് ചോദിക്കുക, കോൺഗ്രസും UDF-ഉം ഇതിനൊരു പദ്ധതി തന്നിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ പദ്ധതി എന്താണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും സമ്പദ്ഘടനയെ ശക്തമാക്കാനും നിങ്ങളുടെ പദ്ധതി എന്താണ് എന്ന് ഇടതുപക്ഷത്തോട് ചോദിക്കുക. Congress has given, UDF has given a clear proposal. You tell us your proposal. UDF-ഉം കോൺഗ്രസും ഒരു വ്യക്തമായ പദ്ധതി തന്നിരിക്കുന്നു. എന്താണ് ഇടതുപക്ഷമേ നിങ്ങളുടെ പദ്ധതി എന്ന് ചോദിക്കുക. And you can take it from me in writing. നിങ്ങൾ എന്നിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഉത്തരം എഴുതി നൽകാം. They will not be able to answer your question. അവർക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നു. They will give you some theory
but they will not be able to answer your problem. അവർ ചില സിദ്ധാന്തങ്ങൾ നൽകും, പക്ഷേ ഈ ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. That is the difference between us and them. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. We bring solutions. നമ്മൾ പരിഹാരം കൊണ്ടുവരും. We gave Manrega, we gave right to food, we did the green revolution. We bring solutions. നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നത് അവകാശമാക്കുന്ന നിയമം കൊണ്ടുവന്നു, നമ്മൾ അങ്ങനെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു ദാരിദ്ര്യമാക്കുന്നതിന് വേണ്ടി. And we bring solutions because we listen to the spirit of the people of Kerala and India. നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? നമ്മൾ കേരളത്തിലെ ജനങ്ങളെ കേൾക്കാൻ കഴിയുന്നുണ്ട്, അവരുടെ വികാരം മനസ്സിലാക്കാൻ കഴിയുന്നവരായതുകൊണ്ടാണ്. We do not try to impose some bankrupt idea on the people of Kerala. ഒരുപോലെ കാലഹരണപ്പെട്ട ഒരാശയം അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല. That is the difference between us and the CPM, Left Front and BJP RSS. അതാണ് നമ്മളും CPM-ഉം ഇടതുപക്ഷവും അതുപോലെ BJP RSS-ഉം തമ്മിലൊക്കെയുള്ള വ്യത്യാസം. The other thing is, what we feel we tell you. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് തോന്നുന്നത് അത് നമ്മൾ നിങ്ങളോട് പറയും. We do not do things behind your back. നിങ്ങളുടെ പിന്നിലൂടെ നിന്ന് ഞങ്ങൾ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാറില്ല. For example, the Left Front talks about fishermen's rights. ഉദാഹരണമായി നമ്മുടെ ഇടതുപക്ഷം മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാറുണ്ട്. And then makes deals with American companies silently behind the back of fishermen. അതേസമയം അവര് ഒരു അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് സ്വകാര്യമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. This is not something we do. ഇത് ഈ രീതി ഞങ്ങൾ ചെയ്യുന്ന രീതിയല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. If we believe something, we will tell you what we believe. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഞങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയും, ഇത് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം. And we will be open to criticism, to listening to what you feel about the problem. ആ വിമർശനങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുമോ. And then we will bring a joint solution. നമ്മൾ അങ്ങനെ ഒരു സംയുക്തമായ പ്രശ്ന പരിഹാരം കൊണ്ടുവരും. Look at Nyay as a solution. ഈ ന്യായ പദ്ധതി ഒരു പരിഹാരമായിട്ട് നിങ്ങൾ കാണുക. It helps the poorest people അത് ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കും. because they get money in their bank account. കാരണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കിട്ടും. Laborers, fishermen, widows, it helps them all because they get directly money in their bank account. തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, വിധവകൾ ഇവർക്കെല്ലാം അതിന് സഹായം കിട്ടും, അവരുടെ കയ്യിലേക്ക് പണം വരും നേരിട്ട്. It helps shopkeepers because they sell their products. അത് കച്ചവടക്കാർക്ക് അത് സഹായകരമാകും, കാരണം അവരുടെ സാധനങ്ങൾ അവർക്ക് വിറ്റഴിക്കാൻ കഴിയും. It helps businesses because they get to make products. ബിസിനസ്സുകളെ സഹായിക്കാൻ പറ്റും, ആ നമ്മുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പാദകർക്ക് ഗുണം കിട്ടും. It helps the government because when the economy starts to work, the government can collect more taxes. കാരണം അത് ഗവൺമെന്റിനെ സഹായിക്കും, കാരണം ഈ സമ്പദ്ഘടന ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെന്റിന് കൂടുതൽ നികുതികൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. So our solution is helping everybody. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരെയും സഹായിക്കുന്ന പ്രശ്ന പരിഹാരമാണ്. It is not hurting anybody. അതാരെയും വേദനിപ്പിക്കുന്നതല്ല. Every single boat will rise. എല്ലാ ഓരോ ബോട്ടും ഉയരും. That is the difference, and we are only able to do this because we listen to you and we talk to you. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളെ കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. I say it with full confidence because this is a solution that has come from the people of Kerala. എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഈ പ്രശ്ന പരിഹാരം വന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്, കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തന്നെയാണ്. I have no doubt in my mind that Nyay will transform Kerala completely. എനിക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റും, ന്യായ പദ്ധതി കേരളത്തിന്റെ സമ്പദ്ഘടനയെയും കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയും മാറ്റിമറിക്കും. Because the idea comes from the spirit of Kerala. ഇത്തരം ആശയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തിൽ നിന്നും ഉണ്ടാകണം. The idea comes from a conversation with all walks of life. ജീവിതത്തിലെ എല്ലാ തുറകളിൽപ്പെട്ടവരിൽ നിന്നുമാണ് ഈ ആശയം വന്നത്. It doesn't leave anybody out. ഒരാളും അതിന് പുറത്തില്ല. That is why it is going to be a win-win for everybody. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ജയിക്കാവുന്ന, എല്ലാവർക്കും സക്സസ് ആയി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പദ്ധതിയായി മാറിയിരിക്കുന്നത്. And I am confident that you will support our candidates. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ വിചാരിക്കുന്നു,
നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ സഹായിക്കുമെന്ന്, നമ്മുടെ സ്ഥാനാർത്ഥികളെ സഹായിക്കുമെന്ന്, and help them win with a tremendous margin. അവരെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം, നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. Can the candidates come? All the three candidates? Advocate Praveen Kumar ji, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, K.K. Rema ji, and Parakal Abdullah ji. I'd like to thank all of you for coming here today and listening to me. Namaskar. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കടത്തനാടിന്റെ ഉപഹാരമായി പുറമേൽ ചില കോൺഗ്രസ് പ്രവർത്തകന്മാർ കൗമുദി ടീച്ചറുടെ ഒരു ഛായാചിത്രം രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കുകയാണ്. Photo. I don't. Yeah. Thank you. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി CB കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ അടിക്കുന്നു. രാഹുൽജിക്ക് നന്ദി, നേതാക്കന്മാർക്ക് നന്ദി, ഈ പൊരിവേലെത്തി ഇവിടെ തടിച്ചുകൂടിയ UDF പ്രവർത്തകർ നന്ദി, ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി.